ഈ സമൂഹത്തെ ദൈവം എപ്പോഴേ കണ്ടു. ഈ സമൂഹത്തെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാനുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന ഒരു സർട്ടൻ എക്സ്റ്റെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കത്തില്ല. ഞാൻ വിശ്വസിക്കുന്നു അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദിവസങ്ങൾ ഉപവാസം ഇരുന്നിട്ടുണ്ട്, ചെയിൻ പ്രയറുകൾ ധാരാളം നടത്തിയിട്ടുണ്ട് 2005. അതിൻ്റെ എല്ലാം ഒരു പ്രതിഫലം എന്ന പോലെ ഇപ്പോൾ ആരാധിക്കുന്ന ജനങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം ഒരു ഇടം തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിന്നീഡ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ചർച്ചസ് ആണ്. ഇപ്പോഴേകദേശം 10-30 ചർച്ചസ് ഉണ്ട് ഇന്ത്യയുടെ പല ഭാഗത്ത്. ഇതിൻ്റെ ഒരു ഭാഗമാണ് അടൂർ വിന്നീഡ് ചർച്ച്. 1997 മണക്കാല സെമിനാരിൽ പഠിപ്പിക്കാൻ ആരംഭിച്ച് 1-2 മാസം കഴിഞ്ഞപ്പോൾ ഒരാൾ ഇങ്ങനൊരു സജഷൻ പറഞ്ഞു, ഇവിടെ അടൂർ എഞ്ചിനീയറിംഗ് കോളേജ് അടൂർ നിന്ന് മണക്കാലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്നല്ലോ, അവിടെ കുഞ്ഞുങ്ങളുടെ ഒന്ന് പ്രവർത്തിച്ചാലോ. അപ്പോഴത്തേക്ക് ഓൾറെഡി കുഞ്ഞുങ്ങളുമായിട്ടൊരു ബന്ധമായിട്ടുണ്ടായിരുന്നു. സെമിനാരിലെ കുറേ സ്റ്റുഡൻസും അടൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസിനെ ഒരുമിച്ച് കൂട്ടി സെമിനാരിൽ വെച്ച് തന്നെ ഒരു പ്ലാനിങ് സെഷൻ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തു ഈ കുഞ്ഞുങ്ങളെ റീച്ച് ഔട്ട് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ആരംഭത്തിൽ 2 സ്മോൾ ഗ്രൂപ്പ്സ് ആരംഭിച്ചു. അത് പിന്നെ ഡെവലപ്പ് ചെയ്ത് പല സ്ഥാപനങ്ങളിൽ ഏകദേശം 14 സ്മോൾ ഗ്രൂപ്പ്സ്, അനേക സ്റ്റുഡൻസ് കർത്താവിനെ അറിയാൻ അവസരമുണ്ടായി. അവരുടെ ജീവിതം രൂപാന്തരപ്പെട്ടു. ഒത്തിരിയും കുഞ്ഞുങ്ങൾ സ്നാനപ്പെട്ട് കർത്താവുമായിട്ട് ചേർന്നു. ആരംഭത്തിൽ ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ കുറച്ച് കുഞ്ഞുങ്ങളുമായിട്ട് പരിചയം ഉണ്ടായിരുന്നു. നമ്മൾ തന്നെ ഡയറക്റ്റായിട്ട് പരിചയപ്പെട്ട കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിനകത്ത് ഒരു പ്രത്യേക ഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ആരംഭത്തിൽ ദൈവം കൊണ്ടുവന്ന ഈ കുഞ്ഞുങ്ങളെ പലരും സുവിശേഷ വേലയോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. മറ്റുള്ളവരുടെ കർത്താവിനെക്കുറിച്ച് പറയണമെന്ന്, മറ്റുള്ളവരുടെ ജീവിതം രൂപാന്തരപ്പെട്ട് കാണണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 1-2 കുഞ്ഞുങ്ങൾ, ഒത്തിരി പ്രശ്നമുള്ള കുഞ്ഞുങ്ങൾ ചിലരുണ്ടായിരുന്നു. അവരെക്കുറിച്ച് വളരെ ഭാരത്തോട് എഞ്ചിനീയറിംഗ് കോളേജിലെ മറ്റ് സ്റ്റുഡൻസ്, നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ് അവരെ കർത്താവിനോട് ചേർക്കാൻ വേണ്ടി ഒത്തിരി ശ്രമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരുടെ വിഷയങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ എല്ലാ ആഴ്ചയിലും ഈ സെമിനാറിലെ സ്റ്റുഡൻസും എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റുഡൻസും ഈ ലീഡേഴ്സായിട്ടുള്ളവരെ ഒരുമിച്ച് കൂട്ടി ഒരു ട്രെയിനിങ് സെഷൻസ് നടത്തുമായിരുന്നു. ആ സമയത്ത് വളരെ ആക്റ്റീവായിട്ട് നിന്ന് 2 വ്യക്തികൾ ഓർമ്മയുള്ളത്, ജിഫി യോഹനാൻ, ചാർലി ജോർജ്. ഈ 2 വ്യക്തികൾ ആക്ച്വലി അന്നത്തെ ലീഡർഷിപ്പിൽ മാത്രമല്ല പിന്നെ അവർ പാസ്റ്റേഴ്സ് ആയിത്തീരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ അവർക്കും ഉണ്ടായിരുന്നു. ഈ സ്ഥാപനങ്ങളുടെ അടുത്ത് ഉള്ള വീടുകളിലൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി ചോദിക്കുമായിരുന്നു, നിങ്ങളുടെ ഭവനത്തിൽ ഈ സ്റ്റുഡൻസിന് വേണ്ടി ഒരു പ്രാർത്ഥന നടത്താൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അതിന് വില്ലിങ് ആണോ എന്ന് ചോദിച്ച് പല ഭവനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഓപ്പണായിട്ട് കിട്ടി. അപ്പം നമുക്കുള്ള ഈ ഒരു കൂട്ടം മാത്രം നമ്മൾ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക അല്ലാതെ സമൂഹത്തിലോട്ട് ഇറങ്ങണമെന്നൊരു ആഗ്രഹത്തോട് പല രീതിയിൽ നമ്മളത് ശ്രമിച്ചു. അത് പല ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. ഓരോ സ്റ്റുഡൻസിനെ ഓരോ കൂട്ടങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് ഓരോ ഹൗസ് ടു ഹൗസ് ഞങ്ങൾ പോയി വീട് അവരുടെ വാഹനങ്ങൾ കഴുകി കൊടുത്തു. ഒന്ന് കാറായിരിക്കും, ബൈക്കായിരിക്കും. ആ സമയത്ത് ഈ ഞങ്ങൾ കഴിയുന്ന സമയത്ത് അവരുമായിട്ടൊന്ന് പരിചയപ്പെടാൻ അവസരമുണ്ടായി. പല ഭവനങ്ങളിൽ നമ്മൾ വേറെ മറ്റു സമയങ്ങളിലായിട്ടായിരുന്നു ഈ മരങ്ങളുടെ തൈ ഒരു ഗിഫ്റ്റായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ചെടി, ടൗണിലൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് ചെടിയൊക്കെ നമുക്ക് കൊടുക്കുമായിരുന്നു. കൊടുത്താലും ഞങ്ങൾ തന്നെ അത് പ്ലാന്റ് ചെയ്യുമായിരുന്നു. അത് പ്ലാന്റ് ചെയ്തിട്ട് ആദ്യത്തെ ഒരു മഗ് വെള്ളം ഞങ്ങൾ ഒഴിക്കണം. അങ്ങനെ അപ്പം അവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ, ഒത്തിരി പേരെ പരിചയപ്പെട്ടു. പിന്നെ ഗിറ്റാർ ക്ലാസ്സസ്, കീബോർഡ് ക്ലാസ്സസൊക്കെ കൊടുക്കുമായിരുന്നു. അങ്ങനെ അനേക കുഞ്ഞുങ്ങളെ ക്ലാസ് കൊടുക്കാൻ അവസരം കിട്ടി. അവരുടെ ഫാമിലീസിനെ പരിചയപ്പെടാൻ അവസരമുണ്ടായി. പിന്നെ വേറൊരു കാര്യം ചെയ്തത്, ഈ ഓരോ ഹോളിഡേയ്സ് നോക്കിയിട്ട് നമ്മൾ ഓരോ മ്യൂസിക് കോൺസേർട്ട്സ്, ഒരു മിനി കോൺസേർട്ട് അടൂർ ഇറ്റാലിയ ഹോട്ടലിൽ തന്നെ അവരുടെ ഒരു ഓഡിറ്റോറിയം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് മിനി കോൺസേർട്ട്സ് അറേഞ്ച് ചെയ്തു ഹോളിഡേയ്സിലൊക്കെ. അപ്പോൾ ഒത്തിരി ആൾക്കാർ അതിന് വന്നു. ചർച്ചസിലെങ്കിലും പോകാത്ത ആൾക്കാരാണ്, എന്നാലും അവരെല്ലാവരും അതിന് വരാനൊത്തു. അപ്പം കൂടുതൽ മ്യൂസിക്കായിരുന്നു, ഏകദേശം ഒരു 95% മ്യൂസിക്കായിരുന്നു. പിന്നെ ഒരു 5-10 മിനിറ്റ് ചെറിയൊരു സന്ദേശം കൊടുക്കും, അത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ സമൂഹത്തിലുള്ള ഒത്തിരി പേര് ഇമ്പാക്റ്റ് ചെയ്യുന്ന അവസരമുണ്ട്. ആദ്യം ഞായറാഴ്ച വൈകിട്ട് ഒരു പ്രാർത്ഥനയായിട്ട് കൂടിയത് കാരുണ്യ ഡെൻ്റൽ ക്ലിനിക്കിലുള്ള ഒരു മുറിയിലായിരുന്നു.
എന്നാൽ ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്കായി ഒരുമിച്ച് കൂടിയപ്പോൾ നമ്മൾ കെങ്കേൽ ബിൽഡിങ്സ്, അടൂർ വൺ വേ ഇറങ്ങി വരുമ്പോഴുള്ള കെങ്കേൽ ബിൽഡിങ്സിലാണ് 2002 മുതൽ 10 വർഷം ലാൽസ് റെസിഡൻസിയിൽ നമ്മൾ ആരാധിച്ചു. അതിനുശേഷം ചില മാസങ്ങൾ അടൂരുള്ള വ്യാപാര ഭവനിൽ നമ്മൾ ആരാധിച്ചു. പിന്നെ ഉടനെ തന്നെ അടൂർ മാർക്കറ്റിനടുത്തുള്ള പണ്ട് ക്രിസ്ത്യൻ കോളേജ് എന്നറിയപ്പെടുന്നൊരു സ്ഥാപനമുണ്ട്, അവിടെയാണ് നമ്മൾ ചില വർഷങ്ങൾ ആരാധിച്ചത്. 2005 നമ്മൾ ഇപ്പോൾ ചർച്ച് ബിൽഡിംഗ് ഇരിക്കുന്ന ആ സ്ഥലം വാങ്ങിച്ചെങ്കിലും 2014 അതിനുള്ള പെർമിഷൻ പണിയാൻ കിട്ടുന്നത്. 2015 ഇനാഗുറേഷൻ ചെയ്തു. ചില മാസങ്ങൾക്ക് ശേഷം നമ്മളോട് ആരാധനയും ആരംഭിച്ചു. അത് നമ്മൾ വിശ്വസിക്കുന്നത് ദൈവം നമുക്കൊരിടം തന്നു, റഹബോത്ത്. അതാണ് ദൈവം നമ്മളോട് അരുളി ചെയ്തത്. യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു: എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. അപ്പോൾ അതിൽ മനസ്സിലാക്കുന്നത് സ്വർഗസ്വനായ പിതാവ് ഈ സമൂഹത്തിൽ എപ്പോഴേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, അനേക ഹൃദയങ്ങളിൽ ദൈവാത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് യേശുവിൻ്റെ പ്രവൃത്തി പോലെ തന്നെ തകർന്ന ഹൃദയങ്ങൾ, വളരെ ബ്രോക്കണായിട്ടുള്ള ആൾക്കാർ, ജീവിതത്തിൽ ഒത്തിരി തോൽവിയും കഷ്ടതയും പ്രയാസവും ദുഃഖവും രോഗവും അനുഭവിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഓരോരോ പ്രോഗ്രാംസൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങളാണ്ട് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ചെയ്തു, അതൊരു ഫാക്ടർ കറക്റ്റാണ്. എന്നാലും അതിനെക്കാട്ടിലും ആ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ വ്യക്തികളുടെ ഹൃദയത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇത് രണ്ടും കൂടി ഒരു കമ്പൈൻഡ് ആയിട്ടൊരു എഫേർട്ടായിരുന്നു. നമ്മളൊരു ചെറിയ പ്രവൃത്തി ചെയ്തെങ്കിലും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവൃത്തി അവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെയുള്ള വ്യക്തികളെ റീച്ച് ചെയ്യാനും അവരുടെ ജീവിതത്തിൽ രൂപാന്തരം കൊണ്ടുവരും. 2001 ഞങ്ങൾ ഒരു കോൺഫറൻസിന് അറ്റൻഡ് ചെയ്ത സമയത്ത്, അന്ന് രാത്രിയിൽ ഒരു പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മാവ് വ്യക്തമായി സംസാരിച്ചു. മലയാളം ആരാധന ആരംഭിക്കണം, സമൂഹത്തിൽ ദൈവത്തെ ആവശ്യമുള്ള, കർത്താവിനെ ആവശ്യമുള്ള അവരിലേക്ക് സന്ദേശം എത്തിക്കണം. അന്നുണ്ടായിരുന്ന പാസ്റ്റർമാർ 3 പേരും ഇംഗ്ലീഷ് മാത്രം അറിയാവുന്നവരാണ്. എന്നാൽ ആ ഒരു ദൈവത്തിൻ്റെ ഹിതം അന്നുണ്ടായിരുന്ന നമ്മുടെ കൂടെ ആരാധിക്കുന്ന ദൈവമക്കളോട് സംസാരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഹിതത്തോട് മുമ്പോട്ട് പോകാനായിട്ട് അവർ തന്നെ സമർപ്പിച്ചു. പ്രസംഗങ്ങൾ മലയാളത്തോട് ട്രാൻസ്ലേറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം അത് മലയാള ആരാധന മാത്രമായി. പിന്നെ ഇടയ്ക്ക് ഇംഗ്ലീഷ് ആരാധന നമ്മൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് മലയാള ആരാധന മാത്രമാണ്. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി അതിനനുസരിച്ച് ചുവടുവെപ്പാൻ ഒരു കൂട്ടം ജനം തയ്യാറായതുകൊണ്ടാണ് ഇംഗ്ലീഷ് ആരാധന മലയാള ആരാധനയായി മാറിയത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. ഇപ്പോഴും സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, അവർ പല രീതിയിലുള്ള തകർച്ചയും വേദനയും ബുദ്ധിമുട്ടും രോഗവും അനുഭവിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മുന്നോട്ടുള്ളൊരു ഭാവി കാണുന്നില്ല, ജീവിതം മുന്നോട്ട് ഇല്ലായിരിക്കും എന്ന് ചിന്തിക്കുന്ന അനേക ആൾക്കാർ അവരിപ്പോഴും ഈ സഭയിൽ വന്നിട്ട് അഭയം തേടുന്ന ഒരു അനുഭവമാണ്. അവർക്കൊരു ഹേവൻ ഓഫ് റെസ്റ്റ് എന്ന് പറയും, ആ രീതിയിൽ ഒരു ദൈവം ഒരുക്കിയ വഴിയാണ്. അപ്പം അവർ വരുന്നു, അവരുടെ പ്രയാസങ്ങളും കഷ്ടത ഒത്തിരി ആയിരിക്കും. എന്നാലും നമുക്ക് എല്ലാത്തിനൊന്നും ഉത്തരവില്ല, നമുക്ക് എല്ലാത്തിനൊന്നും സൊല്യൂഷനില്ല. എന്നാലും അവർ പറയുന്നത് കേൾക്കാനും അവരെ ഒന്ന് കരുതാനും സ്നേഹിക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവസരം എടുക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാലും ഏറ്റവും വലിയ പ്രവൃത്തി ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഇല്ലാത്ത കാര്യങ്ങളാണെങ്കിലും ദൈവത്തിനൊരു സൊല്യൂഷൻ ഉള്ളതുകൊണ്ട് ദൈവപ്രവൃത്തി അവിടെ നടക്കും. 2001 നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് അടൂരിലോട്ട് വരുന്നത്. ഞാൻ നെയ്ത്തൻ മോന് 3 വയസ്സായപ്പം മുതലേ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ നല്ല സൺഡേ സ്കൂള്, നല്ല സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, നല്ല ചർച്ച്, നല്ല പാസ്റ്റേഴ്സൊക്കെ അവനെന്നും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന തന്നെ ഇവിടെ വന്നപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ നല്ല സൺഡേ സ്കൂളിലും നല്ല സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയും കൊടുക്കണമേ. അന്ന് ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, ഇനി നീയാ അത് നൽകേണ്ടതെന്ന്. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് സൺഡേ സ്കൂൾ തുടങ്ങുന്നത്. 2 കുഞ്ഞുങ്ങൾ, 4 കുഞ്ഞുങ്ങൾ, 6 കുഞ്ഞുങ്ങൾ, അങ്ങനെ നമ്മൾ തുടങ്ങി. എന്നാലും 2 കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെ ഒരു 20 പേരെ പഠിപ്പിക്കുന്നതിൻ്റെ ഗൗരവത്തോടാണ് അന്നുള്ള അധ്യാപകർ അത് പഠിപ്പിച്ചത്. പിന്നെ അതിനുശേഷം നമ്മൾ VBS തുടങ്ങി. VBS ആദ്യം അന്നുണ്ടായിരുന്ന കരിക്കുലം
2 വർഷം ഞാൻ തന്നെ കരിക്കുലം ഉണ്ടാക്കി അങ്ങനെയുള്ള പഠിപ്പിക്കുമായിരുന്നു. അന്നൊക്കെ അധ്യാപകരെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ അധ്യാപകർ എല്ലാം വളരെ കമ്മിറ്റഡായിട്ട് എന്താ പറയണ്ടേ, കുഞ്ഞുങ്ങളോട് കർത്താവിനെക്കുറിച്ച് പറയാൻ ഉള്ള കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു. അന്ന് നമ്മൾ VBS നടത്തുന്ന സമയത്ത് അവിടെ വെള്ളമില്ല. അടുത്തുള്ള നമ്മുടെ ഒരു വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് നമുക്ക് തരും, അല്ലെങ്കിൽ കുപ്പിക്കകത്ത് വെള്ളം നിറച്ചുകൊണ്ട് വരും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് നമ്മൾ VBS ഒക്കെ നടത്തിയത്. മുന്നോട്ട് നോക്കുമ്പോൾ ഈ സഭ ഇതേ ദർശനത്തോടെ, ഇതേ വാല്യൂസും വിഷനോട് തന്നെ മുന്നോട്ട് തുടരണം. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവം അതേ ദർശനമുള്ള, അതേ വാല്യൂസുള്ള ലീഡേഴ്സിനെ ദൈവം ഇനിയും തരുകയും അങ്ങനെയുള്ള വ്യക്തികളിലോട്ട് ഈ സഭ ഹാൻഡ് ഓവർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതൊരു വളരെ ക്രിട്ടിക്കലായിട്ടൊരു ഫാക്ടറാണ്. എന്നാലും അതിനു മുമ്പേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പല സ്ഥലങ്ങളിൽ പുതിയ പുതിയ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ വേണ്ടി ഇപ്പോൾ 3 സ്പെസിഫിക് ലൊക്കേഷൻസ് നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ എല്ലാം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇവൻച്വലി എത്ര നാളെടുക്കുമെന്ന് അറിയത്തില്ല. എന്നാൽ അവിടെ എല്ലാം ഓരോ സാറ്റലൈറ്റ് കോൺഗ്രിഗേഷൻസ് ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വേറെ ഒരു 3 ഏരിയ സെലക്ട് ചെയ്ത് ആ സ്ഥലങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോഴിങ്ങനെ പല പല സ്ഥലങ്ങളിൽ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാലും പ്രവർത്തനങ്ങൾ ആരംഭിച്ചാലും ഇതേ വാല്യൂസും ഇതേ ദർശനമുള്ള, ഇതേ വിഷനും ഫോക്കസും ഉള്ള പ്രവർത്തനങ്ങളായിരിക്കണം. ജസ്റ്റ് പേരിന് വേണ്ടി കുറേ ഇത്രയും ലൊക്കേഷൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇത്രയും സഭകൾ സ്ഥാപിച്ചു എന്ന് പറയാൻ വേണ്ടിയല്ല. എന്നാലും ഈ വാല്യൂസ് തന്നെ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്യേണ്ട വളരെ അത്യാവശ്യമാണ്. ആദ്യമായിട്ട് എനിക്ക് മനസ്സിലാകുന്നത് സ്മോൾ ഗ്രൂപ്പ് മിനിസ്ട്രിയാണ്. പിന്നെ നമ്മൾ അതിനെ കരുതൽ കൂട്ടമെന്ന് വിളിച്ചു. അത് വളരെ ഭംഗിയായി നടന്ന സമയങ്ങളുണ്ടായിരുന്നു. പിന്നെ ജനങ്ങളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സജ്ജരാക്കാൻ നമ്മൾ ധാരാളം ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതൊരു കാര്യമായിരുന്നു. പിന്നെ പ്രാർത്ഥന, വചനം പഠിപ്പിക്കുന്നതിൽ, പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ള ഊന്നൽ. പിന്നെ ഒരു ടീം വർക്ക്. എപ്പോഴും കർത്താവ് ഈ സഭയുടെ ദർശനത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ ദൈവദാസന്മാരെയും ദൈവജനത്തെയും ദൈവം എപ്പോഴും ഒരുക്കിയിരുന്നു. അതൊരു വലിയൊരു ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കുഞ്ഞുങ്ങളും പ്രായമുള്ളവരും ചെറുപ്പക്കാരും സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി അവർ മുമ്പോട്ട് വന്നു. അതൊരു വലിയ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. പിന്നെ കുഞ്ഞുങ്ങളുടെ ഇടയിലുള്ള പ്രവർത്തനം, പിന്നെ ഇന്നർ ഹീലിംഗ് മിനിസ്ട്രി നമ്മൾ കുറേ വർഷങ്ങൾ ചെയ്തിരുന്നു. പിന്നെ ഫിസിക്കൽ ഹീലിങ്ങിന് നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, പിന്നെ ചർച്ച് പ്ലാന്റുകൾ നമ്മൾ ഒരുമിച്ച് നമ്മുടെ ചർച്ചിലുള്ളവരുമായിട്ട് ഓർഫനേജുകൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്, പിന്നെ അതുപോലെ ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യാൻ പോകുന്നത്, ഇതൊക്കെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു അറിവ് അവർക്കുണ്ടാകണം. പിന്നെ നമ്മുടെ ചർച്ചിൽ പൊതുവെ മറ്റുള്ളവരോടൊരു സ്നേഹവും കരുതലുമുള്ള ഒരാൾക്കാരാണ്. അപ്പം മുന്നോട്ട് നോക്കുമ്പോഴും ഇത് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ഈ ദർശനമുള്ള വ്യക്തികൾ ഈ സമൂഹത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നു, ദൈവത്തിൻ്റെ പ്രവൃത്തിയോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നു. മനസ്സിലായോ? അപ്പം ദൈവം ഇവിടെ ഒരു കാര്യം ചെയ്യുക. ദൈവത്തിൻ്റെ ഹൃദയം ഒത്തിരി വേദനപ്പെടുന്ന ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ. കാരണം അവരുടെ ജീവിതത്തിലെ കഷ്ടത കണ്ടുകൊണ്ട് കർത്താവ് ഒത്തിരി കമ്പാഷനേറ്റായിട്ട് അവരെ കാണുന്നുണ്ട്. അപ്പം അതേ ഹൃദയത്തോടെ നമ്മളും പ്രവർത്തിക്കാമെങ്കിൽ ദൈവപ്രവൃത്തി അവിടെ നടന്നു.